ഹലോ ഫാമിലി, സാറയാണ്. ഇതൊരു കുട്ടി വീഡിയോ കേട്ടോ. ഞാനന്ന് ബോഡി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടേ പോയ ടൈമിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, കരിമുകൾ കുറച്ചങ്ങ് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു അമ്പലം. അതുപോലെ അമ്പലത്തുംകാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് പേരിട്ട. ഇവിടുത്തുകാർക്ക് അറിയാൻ പറ്റും, പക്ഷെ പുറമേ ഉള്ളവർക്ക് ഒരാൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത അത്രയും ഹൈജീനായിട്ട് വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ കാർബണിൻ്റെ ഫാക്ടറിയാന്ന് തോന്നുന്നു. ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ രാത്രിയൊക്കെ എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് തന്നെ പേടിയാവും. അവിടെ ചെല്ലുമ്പോൾ, അതായത് ഈ ഇടുങ്ങിയ വഴി കൂടി അങ്ങോട്ട് ചെല്ലണത് നല്ല വെളിച്ചത്തിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പും. അത് തന്നെയല്ല ഇതിൻ്റെ പ്രത്യേകത, ഇത്രയും അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അമ്പലം. അത്രയും നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോഴേ, ഇന്നിപ്പോൾ അന്നാമനെ കലാലയത്തിൽ കീബോർഡ് ക്ലാസ്സിന് കൊണ്ടുപോകണ വഴിയാണ് കയറിയത്. പള്ളിയിലത്തെ കഴിഞ്ഞു നേരെ ഈ വഴിയൊന്ന് കയറിയപ്പോൾ ഞാൻ അവിടെ ഒരു ചേട്ടനെ കണ്ടിട്ടോ. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെ വായുമ്പോൾ ചോക്കിയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെയ്തിട്ടില്ല ആരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ഫോട്ടോഷൂട്ടാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാരിയെ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഭാഗം എന്ന് പറഞ്ഞു. അപ്പോൾ മിക്കവാറും എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് ഇവിടെ ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. കാരണം അത്രയും വൈബുള്ളൊരു സ്ഥലം. അയ്യോ, ഇത് എനിക്ക് ഈ ക്യാമറയിൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ക്യാമറ S24 ആണ്, കയ്യിലിരുന്നിട്ട് കാര്യമില്ല, ഇത് എടുക്കാനറിയണ്ടേ. അപ്പം അത്രയും ഭംഗിയുടെ കാണാനായിട്ട് എന്ത് ഭംഗിയാ കാണാനെന്നറിയോ. അങ്ങ് കയറി ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നേ കരുതൂല. കണ്ട, അമ്പലം ഉണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ. ഒരു ചെറിയൊരു കുഞ്ഞമ്പലം പോലെ കേട്ടോ, നാഗയക്ഷിയുടെ സന്നിധാനം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞാണ്. പിന്നെ അവിടുത്തെ സ്റ്റേജ്, പിന്നെ അമ്പലം കാണുന്നു കേട്ടോ, തലപ്പൊക്കം പോലെ. ഈ നടുക്ക് കൂടി ടാറിട്ട് റോഡാണ് ഈ പോയേക്കണേ. രണ്ടറ്റത്തും നല്ല പച്ചപ്പ്. ഈ പച്ചപ്പുല്ല് കണ്ടോ, അവിടെ പോലും ഒരു കരിയില പോലും ഇല്ല. പിന്നെ അമ്പലത്തിന് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു ഭംഗിയാണ്. ഒരു ആലുണ്ട്, നല്ല ഭംഗിക്ക് ആ സെന്ററിൽ തന്നെ ഒരു ആല് നിൽക്കുന്നുണ്ട്. എനിക്കിത് എങ്ങനെ എടുത്തു തന്നെ ഒന്നും ഒരു പിടുത്തമില്ല. നിങ്ങളൊന്ന് വന്ന് കാണട്ടോ, ഈ ഭാഗത്ത് വരണമെങ്കിൽ. അമ്പലം കാണാനെങ്കിലും വരുന്നത് നല്ലതാണ് കേട്ടോ. അത്രയും വൈബാണ് അമ്പലത്തിന്. ഞാനപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇവിടെ വന്നിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം. ഇത്രയും കാലമായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണ്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണം തോന്നിയത്. കാരണം അത്രയും നീറ്റായിട്ട് ഒരു സാരിക്ക് പറ്റിയ, അതായത് ഒരു നാടൻ ലുക്കിൽ എടുക്കാൻ പറ്റിയ വൈബുള്ളൊരു അമ്പലം. അവിടെ ഒരു സ്വാമിയാന്ന് തോന്നണ്ടാ, നമ്മുടെ പള്ളിയിലച്ചന്മാരെ പോലെ. മറ്റേ ഹിന്ദുസ് എന്താ പറയണത് എനിക്കറിയില്ല കേട്ടോ. സ്വാമി തന്നെയല്ലേ പറയുന്നത്. സ്വാമി ഇരുന്ന് അവിടെ മാലയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇനിയിപ്പോൾ പുള്ളി നോക്കണുണ്ടപ്പോൾ ഞാൻ തൊഴാതെയൊക്കെ പോവാനുള്ളതെന്ന് കരുതിയിട്ട് ഞാൻ ഏത് അമ്പലത്തിലാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ഞാൻ വിളിക്കണത് ഈശോയെന്നായിക്കോട്ടോ. എല്ലാ സ്ഥലത്തും ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണത്. അതിപ്പോൾ കൃഷ്ണനാണെങ്കിലും ശരി, നബിയാണെങ്കിലും ശരി, എല്ലായിടത്തും ഒരു ശക്തി ഉണ്ട്. പക്ഷെ ഞാൻ വിളിക്കണത് ഈശോയെ, കർത്താവെന്നൊക്കെ ആയിരിക്കും. ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തിട്ട് തന്നെയാണ് വിളിക്കാറുള്ളത്. ഞാൻ അവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുത്തു. ഈ ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. പരിപാടിയൊന്നും നടന്നില്ല, അത്രയേ ഉള്ളൂ. നേരെ ഇത്രയേ ഉള്ളൂ, ഈ ഒരു കാണുന്ന ഏരിയ ഉള്ളൂ. പക്ഷെ നിങ്ങളത് നേരിട്ട് വന്ന് കണ്ടിട്ട്, പിള്ളേരെ കരിമുകളുള്ള പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇത് ഏതാ കറക്റ്റ് ലൊക്കേഷൻ. നമ്മളവിടെ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃപ്പൂണിത്തറയ്ക്ക് പോവാം, ഇരുമ്പനത്തേക്ക് പോവാം. ഈ ഫാക്ടറിയുടെ ഈ ഭാഗം കറക്റ്റ് ചെയ്താണ്. ഇതെനിക്കൊന്ന് കാർബണിൻ്റെ ഫാക്ടറിയാന്ന് തോന്നണം ഇപ്പുറത്തുള്ളത്. കറക്റ്റ് സ്ഥലമൊന്ന് ലൊക്കേഷനൊന്ന് താഴെ കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ വരുന്നവർക്കൊക്കെ വന്ന് കാണാമല്ലോ. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഞാൻ ഈ കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ കുറ്റം പറയുന്ന ഒരാളല്ലേ. അപ്പം ഞാൻ എൻ്റെ വായ കൊണ്ട് നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അന്നാമനെയും കൊണ്ട് കലാലയത്തിൽ പോകണം. കലാലയം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തറയിലുള്ള അത്യാവശ്യം എനിക്ക് തോന്നുന്നത് കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു കളരി ഉണ്ട്, ഡാൻസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് തള്ളമാർക്കും വേണമെങ്കിൽ ചേരണമെങ്കിൽ ചേരാം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. പക്ഷെ ആകെ ഒരു കുഴപ്പം എന്ന് പറയാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലേ ക്ലാസ് ഉള്ളൂ. അത് ഭയങ്കര ഒരു കുഴപ്പം തന്നെയാണ്. ചില കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് മതിയാവുമായിരിക്കും. പക്ഷെ എനിക്ക് അത് ഇച്ചിരി പോരായിക തോന്നുന്നുണ്ട്. ഞാൻ ഡാൻസൊക്കെ അന്നേക്ക് വീട്ടിലാക്കി. നമ്മുടെ കീബോർഡ് ക്ലാസ്സിനാണ് അവളിവിടെ വരുന്നത്. പാട്ടും വീട്ടിലേക്ക് ആക്കി. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ക്ലാസ് വീട്ടിലാവുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോവാണ്. കണ്ടോ,
ഈ ഭാഗം ആരെങ്കിലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കരിമുകളിൽ നിന്ന് വരുന്ന വഴിക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണ ഫാക്ടറിയൊക്കെ ഏതാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. നിങ്ങൾ പോണ വഴി ഇതിങ്ങനെ കാണുകയാണെങ്കിൽ കയറണം കേട്ടോ. അമ്പലത്തുംകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഞാൻ അതിൻ്റെ ഒരു വൃത്തിയും ശുദ്ധിക്കൊക്കെ ഉണ്ട് കയറിയത്. മീൻസ് എനിക്ക് പീരീഡ്സ് അല്ല. അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. നമ്മൾ എന്ത് വിശ്വാസത്തിന് റെസ്പെക്റ്റ് ചെയ്യണം. അവർ കൊടുക്കുന്ന ആ റെസ്പെക്റ്റ് നമ്മൾക്കും കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ഇത് എത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരി കേട്ടോ, പിന്നെ കാണാവേ.